നമുക്ക് കുറച്ച് പല്ലിമീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നല്ല രീതിയിലൊന്ന് കഴുകി വാരി നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ ഈ പല്ലിമീനെ പിടിക്കാൻ പോയ ഒരു കഥയുണ്ട്, നമുക്കത് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് നന്നാക്കുന്ന സമയമുണ്ട്, നമുക്ക് ആ മീൻ പിടിക്കാൻ പോയ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഹായ് ഗൈസ്, ഞാൻ സിജോ, വി ഫാമിലി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെറിയൊരു മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കാണ്. നമ്മൾ മീൻ പിടിക്കാൻ പോണത് എവിടെയാണെന്നോ, ചെല്ലാനം കടലിലാണ്, ഹാർബറിൽ. അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു 49 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ഒരു കസിൻ ബ്രോ ഉണ്ട്, ആളുടെ കൂട്ടത്തിലാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ പോണേ. ഞാൻ ആദ്യമായിട്ടാണ് കടലിൽ ചൂണ്ടിടാൻ പോണേ. അപ്പോൾ നമുക്ക് പോണ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ വെളുപ്പിന് 5:30 യാത്ര തുടങ്ങിയിട്ട് നമ്മൾ ഏകദേശം തൃപ്പൂണിത്തുറ എത്തി. നമ്മൾ എറണാകുളം ജില്ലയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. അതിനുശേഷം നമ്മൾ കൊച്ചി മെട്രോയുടെ പണി നടക്കുന്ന പേട്ട ജംഗ്ഷൻ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ NH കൂടെയുള്ള യാത്രയാണ് തുടരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ വന്ന് നമ്മൾ അരൂർ ടോൾ പ്ലാസ എത്തി. അപ്പോൾ നമ്മളൊരു 10 പൈസ പോലും കൊടുക്കാണ്ട് നമ്മൾ ടോൾ കടന്നു പോയി, കാരണം നമ്മൾ ബൈക്കിനാട്ടോ പോന്നേക്കണേ. അപ്പോൾ നമ്മൾ ഈ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇതേപോലെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. എൻ്റെ വീഡിയോകൾ, പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇതേപോലെ മെസ്സേജുകൾ വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, എൻ്റെ ഈ വീഡിയോ ഇത് കണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറച്ച് പേര് കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അരൂർ പാലം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പാലം കയറുന്നതിനാണ് നമ്മളവിടെ ടോൾ കൊടുക്കുന്നത്. ഏകദേശം 1 കിലോമീറ്ററോളം നീളമുണ്ട് ഈ പാലത്തിന്. ഈ പാലം കയറുന്നേക്കും നമ്മൾ 2 ചായ കുടിച്ച് പൊറോട്ടയൊക്കെ തിന്നിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പട്ടിണി എടുക്കാണ്ടിരിക്കാം. നമുക്ക് ഉച്ച വരെ ഇരുന്ന് നമുക്ക് ചൂണ്ടയിടാം. നമ്മുടെ ഹെവി ചായയോടെയും കഴിഞ്ഞിട്ട് നമ്മൾ പുറപ്പെട്ടുട്ടോ വീണ്ടും യാത്ര. അപ്പോൾ അങ്ങനെ നമ്മൾ നീണ്ടകരയിലെത്തി. നീണ്ടകരയുടെ അതിമനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്നത്. ചുറ്റും, അതായത് 2 വശങ്ങളിലും കായലാണ്. അതിൻ്റെ നടുക്കോടുള്ള റോട്ടിക്കടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെല്ലാന ഹാർബറിലെത്തിട്ടോ. അജയന്തേ നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം. ഇവിടെ പക്ഷേ ചൂണ്ടയിടലും കാര്യങ്ങളൊക്കെ നിരോധിച്ചെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പറഞ്ഞത് ഇത് ലോക്ക്ഡൗണിൻ്റെ സമയത്തുണ്ടായിരുന്നൊരു നിയമമായിരുന്നു എന്നാണ്. ഇപ്പോൾ കുഴപ്പമില്ല, ഒരുപാട് ആൾക്കാരൊക്കെ പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ചേട്ടന്മാരൊക്കെ പോകുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ ചെല്ലാനത്ത് ഹാർബറിലാണ്. ഹാർബറിൽ നമ്മൾ ചെറുതായിട്ട് ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ അജയൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഹാർബർ. ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. കുറേ പോകുന്നുണ്ട്, കുറേ മീൻ പിടിക്കാൻ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂണ്ടയിടാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ഇതുപോലെ കല്ലിട്ട വഴികളാണ് കേട്ടോ. അജയൻ്റെ ഇവിടെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കടലിൽ വന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്ക് ഒരു പിടുത്തമില്ല. അപ്പോൾ അജയനൊക്കെ മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്.
നമ്മൾ ഈ സംഭവം ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് അതിനത് പുറത്ത് തരാം. പിന്നെ ചെമ്മീൻ ചൂണ്ടയിൽ പുറത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ ചൂണ്ട ഇട്ട് കൊടുത്താൽ മാത്രം മതി എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതായിട്ട് ചൂണ്ട ഇട്ട് വെക്കാം. കടലിൽ കിട്ടുമല്ലോ എന്നറിയില്ല. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? അയ്യോ, എന്റെ ഒരു കൈ എവിടെയാടേ? കടലിൽ ചൂണ്ടയിട്ട് മീനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്ത ഐറ്റത്തിന് ഇറക്കും കേട്ടോ. ഏകദേശം 4500 രൂപ തന്നെ ചൂണ്ടയാണ്. ഇത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. നമുക്ക് ഇത് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇത് വെച്ചാൽ ഇപ്പോൾ മീനെ പിടിച്ചത്. നമുക്ക് ഇത് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. എന്താ സാധനത്തിന്റെ പേര് പറഞ്ഞേ? മിഗോ, മിഡ് വാട്ടർ ഡൂഡോ, ലൂർ, മിഡ് വാട്ടർ ലൂർ. എന്താ സംഭവമാണ്? മീൻ പോലെ ഇരിക്കും. ചൂണ്ടക്കുളത്തിന്റെ ഒരു സംഭവം. നമ്മളൊന്നും കേട്ടിട്ടില്ല. അത് സെറ്റ് ചെയ്യാൻ പോയി. ഇത് വെച്ച് സമയം കൂടുതൽ എടുക്കുമെന്ന് പറഞ്ഞാൽ മീൻ കിട്ടാനായിട്ട്. ആദ്യത്തെ അറ്റംപ്റ്റ് പാളിപ്പോയി. രണ്ടാമത്തെ അറ്റംപ്റ്റാണ്. കുറേ സമയം എടുക്കുന്ന കേട്ടോ പറഞ്ഞു അതിനകത്ത് കിട്ടാൻ. പായലടിച്ചെടുക്ക, ഒരുപാട് അങ്ങോട്ട് ഇറങ്ങണ്ട. ഒരു വല വീശനെയാ കാണുന്നത്. ബോട്ടിൽ വന്നിട്ട് വല വീശും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചൂണ്ടയുടെ ഉണ്ട് ഇവിടെ അജയൻ. അത് ഒരുപാട് ചുറ്റും അവർ വലയിടുവാണ്. അതെവിടെ മുതൽ ഇപ്പം അവരും അതേ റൗണ്ട് ചെയ്ത് വലയിട്ടുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ പോണേക്കുമ്പോൾ അത് അവർക്ക് കിട്ടുമെന്ന് നോക്കാം. വല എടുക്കുമെന്ന് നോക്കാം നമുക്ക്. അവരിത് ഒരു റൗണ്ട് വല ഇട്ട് കഴിഞ്ഞു. ഫുള്ള് വല അവരിറക്കി. കാണാമോന്നറിയില്ല. അതെ, ഇതിനകത്ത് ഇത്ര ക്ലാരിറ്റിയില്ല കാണാൻ പറ്റുള്ളൂ. അതേക്കാ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. കല്ലിൻ്റെ കിടക്കടെ പോകണം. സൂക്ഷിച്ച് വലിയ മൊബൈലും ക്യാമറയൊക്കെ താഴെ പോകും. അവിടെ ചേട്ടന്മാർ ഒരുപാട് പേരും ചൂണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ അപ്പുറം നിന്ന് ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഇവിടെ കിട്ടുമെന്ന് നോക്കാം ചൂണ്ടിട്ട് കഴിഞ്ഞാൽ.
നമ്മളങ്ങനെ ആദ്യം കണ്ട സ്ഥലത്ത് വന്നു. അവരൊക്കെ അത് അപ്പുറമായി. നമ്മളിത് ഇപ്പുറത്തേക്ക് വന്നേക്കാണ്. നമുക്ക് ഇവിടെ ഇട്ട് ഇച്ചിരി നേരം ചൂണ്ടിട്ട് പിടിച്ചോളാം. കിട്ടുമോ നോക്കാം. ഞാൻ ആദ്യം തന്നെ സൂക്ഷിക്കണം കേട്ടോ. ഇതിനകത്തേടെ മൊബൈല്, ക്യാമറ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് സൂക്ഷിക്കണം. കല്ലിൻ്റെ ആയിട്ട് ചാടി പോയി കഴിഞ്ഞാൽ കിട്ടൂല. ഇവിടെ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അപ്പുറം. നമ്മളിപ്പോൾ അപ്പുറേന്ന് ഇങ്ങ് അറ്റം വരെ എത്തിയിട്ടോ. അപ്പം നമ്മുടെ അപ്പുറം ആരുമില്ല. ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്താണ്. കുറച്ചും കൂടെ ദൂരമുള്ളൂ. നമ്മൾ എൻഡിലെത്തി. ഇത് മുഴുവൻ ചൂണ്ടക്കുളത്താണോ? ഇതൊക്കെ വലുത്. എന്ത് പിടിക്കാനാ? കുരിയോ? നമ്മുടെ ലക്ഷ്യം അമൂറാണ് കേട്ടോ. അമൂറിനെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണേ. ഇത് നമ്മുടെ ചൂണ്ട സാധനങ്ങൾ ഒക്കെയാണ്. ഇത് വേറൊരു മെഷീൻ, ഇത് വേറൊരു മെഷീൻ, ഇത് കുറേ ചൂണ്ടക്കുളത്തുകൾ. ഫുൾ സെറ്റപ്പിലായിട്ട് ആശം വന്നേക്കണേ. കിട്ടാൻ വേണ്ടി കല്ല് കെട്ടി താത്തണം. ഏറ്റവും അടി പോണം. അതിനുവേണ്ടി ഇച്ചിരി വെയിറ്റ് കിട്ടാൻ വേണ്ടി കല്ലൊക്കെ കൊണ്ടുവന്നുണ്ട്. അതിന് എക്സ്ട്രാ വള്ളിയാണോ? വള്ളി വേറെ കല്ലിൽ കെട്ടിയിടും. കത്ര വേണത് അതിലുണ്ട്. കുറെ സമയം എടുക്കൂല്ലേ? ഒരു ബോട്ട് തന്നെ. പരുന്തൊക്കെ പോകണ്ട കേട്ടോ. അയിലെന്നെ ഇനി കോർക്കണേ? അയില. നമ്മൾ അയിലിടാൻ പോവാം. അയിലിട്ടാണ് അമ്പൂറിനെ പിടിക്കാൻ നോക്കണം. നമ്മളെ പോന വഴി കടയിൽ നിന്ന് മേടിച്ചായിരുന്നു കുറച്ച് മീൻ. അയിലും മേടിച്ച് ചെമ്മീനും മേടിച്ചു. നമ്മൾ ചെമ്മീനും ഉപയോഗിച്ച് കിട്ടിയ മീനേതാ? പല്ലി മീൻ കിട്ടി. അത്ര വലിയ മീനെ ഇടുവാ, നല്ല കിട്ടുള്ളൂ. കല്ലിന്റെ പാട്ടിന് പോയി. ഒന്നാടെ വെച്ചിട്ട് ചെറിയൊരു കല്ലിട്ട് നോക്കാം. ചെറിയ കല്ലിട്ടാലോ?
ചെറിയ കല്ല് പറഞ്ഞിട്ടാലോ? ആണോ? നമ്മുടെ കെട്ട് പാളി പോയിട്ടോ. ഒന്നോടെ നമുക്ക് കെട്ടിട്ടോ. വേറെ കല്ലുണ്ടാ? വേറെ കല്ലുണ്ടാ? ഇത് മറ്റേ വള്ളിനകം കട്ടുകൊള്ളാണ്. മറ്റേ വള്ളിനകം കട്ടുകൊള്ളാണ്. 90 കിലോ ഞാൻ മുളിപ്പിടാൻ പോണതിനകത്ത് 90 കിലോ വരെ വെയിറ്റ് കൊള്ളണ വള്ളിയാട്ടോ അതിനകത്ത്. മറ്റേതിലോ? ആദ്യം ഇട്ടതില് ആ 40. ഇത് ചെറിയ തീരെ ചെറിയ വള്ളി കേട്ടോ. കണ്ട ഇത് കണ്ട, ഇത് വെച്ചോണം കട്ടിയുണ്ട്, നല്ല കട്ടിയുണ്ട്. കുറേ സെറ്റപ്പൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. അച്ഛനാണെങ്കിൽ എവിടെ പോയാലും മീൻ കിട്ടും. അത് നമ്മൾ വന്ന വഴി തന്നെ മീനെ കിട്ടിയതുണ്ടോ? അവിടെ ചൂണ്ടിടുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ കൈച്ചൂണ്ട് പറഞ്ഞിട്ട് നോക്കാം കേട്ടോ. കൈച്ചൂണ്ട എന്തിനാ? നച്ചറയോ? നച്ചിക്കരി ഏതാണ്ട് മീൻ്റെ ഒക്കെ പേര് പറയുന്നുണ്ട്. ആ എന്തോ കരിമീൻ, നച്ചിക്കരിമീൻ. ഇതിന് ഭയങ്കര പാടാണല്ലോ. മെയിൻ സാധനത്തിന് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ എപ്പോഴാണ് കൊത്തനെന്ന് പറയാൻ പറ്റില്ല. നമുക്കിവിടെ ചെറുതിനെ പിടിക്കാനുള്ള പണി നോക്കാം. ആ എന്തോ അറ്റക്കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടോ ചെറുത്? പൊട്ടിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ കുറേ നേരം നമ്മൾ നോക്കിയിരിക്കണം. ഇങ്ങനെ ചൂണ്ടിടാൻ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ഒക്കെ ആയിട്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് പോരാ. ഇല്ലാന്നിട്ട് നമ്മൾ വെള്ളത്തിന് വേണ്ടി ഇതായിരിക്കും. കുറേ സമയം കഴിഞ്ഞാലാണ് മീനൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കണമെങ്കിൽ നേരത്തെ കഴിച്ചിട്ട് വേണം. പോകുന്ന ഒരു 2-3 കിലോമീറ്റർ ഉള്ളിൽ വേറെ എന്താ പറയണേ ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിന് മുന്നേ കഴിച്ചിട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ കുറേ നേരം ഒന്ന് ചൂണ്ടയിടാം. മീൻ കിട്ടണ വരെ ചൂണ്ടയിടാം. നമ്മൾ വീണ്ടും കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒന്നും ആയിട്ടില്ല കേട്ടോ. നമ്മൾ അയലയാണ് ഇട്ടേക്കണേ. അപ്പോൾ ശരിക്കും കൂരീന് ഇടാണെങ്കിൽ പെട്ടെന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് കൂരി കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയലേനെ ഇട്ടേക്കണേ. എത്രത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്കറിയില്ല. എന്തായാലും കുറേ നേരം നിന്ന് നോക്കാം.
ചെറുത്. ഒരുമിച്ച് നമുക്ക് 2 മീനെ കിട്ടി. സൗണ്ട് വേണമെങ്കിൽ വെച്ചാട്ടോ. വീണ്ടും 2 എണ്ണം കിട്ടിയേക്കാണ്. 2 എണ്ണം. നമ്മുടെ ഏകദേശം മീൻപിടുത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 7 മണിക്ക് തുടങ്ങിയത് കേട്ടോ. ഇപ്പോൾ ഒരു 11 മണിയായി. 11 മണി വരെ ഒരു 4 മണിക്കൂറോളം നമ്മളൊക്കെ ചൂണ്ടിട്ടു. ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട്. ബോട്ടിന് പോയ ചേട്ടന്മാരും മീൻപിടുത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് വല മടക്കുകയാണ്. അപ്പോൾ അവരുടെ പണിയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പം നമ്മൾ മീൻ നല്ല രീതിയിൽ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇതുപോലെ ഇളക്കിയെടുത്ത് മസാല പരത്തി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലെ വറക്കാൻ വയ്ക്കാം. അപ്പോൾ നല്ല വറുത്ത പല്ലിമീൻ നമുക്ക് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. തീർന്നില്ല കേട്ടോ. ഇനി നമുക്ക് കറി വെക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി, കടുക്, ഉലുവ, ഇഞ്ചി, കറിവേപ്പില, കുറച്ച് കുടംപുളി ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം കഴുകി വാരി വെച്ചിരിക്കുന്ന മീൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ അങ്ങനെ ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ കടുക് അങ്ങിട്ട് കൊടുക്കാം. കടുക് ചടപട പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണ ചുവന്നുള്ളി കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട് അങ്ങനെ ചുവന്നുള്ളി ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഒരു ഏകദേശം കളറായി കഴിയുമ്പോൾ കുറച്ച് വെളുത്തുള്ളി കൂടെ അരിഞ്ഞ് വെച്ചേക്കണത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇഞ്ചിയും കൂടി അങ്ങോട്ട് തട്ടി വയ്ക്കുക. നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കുക. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ഇളക്കുക. അതിൻ്റെ ഒരു പച്ച മണം പോകുന്ന വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നമ്മൾ കുടംപുളി ഇട്ട് ഇളക്കിയാലും പറയാൻ മറന്നു കേട്ടോ. അപ്പോൾ കുടംപുളിയും കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇങ്ങനെ ഒന്നും കൂടി ഇളക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളമല്ല 1 കപ്പ് വെള്ളം ഒഴിച്ചോ. അപ്പം അത്രയും മീനുണ്ട്. അതിന് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം തിളയ്ക്കണം.
ഉപ്പ് വേണമെങ്കിൽ നമുക്ക് വേറെ ആവശ്യത്തിന് ഇടാം കേട്ടോ, കുറച്ചും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. വറക്കാൻ വെച്ചേക്കണ മീൻ ഏകദേശം വെന്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റുക. അപ്പോഴത്തേക്കും നമ്മുടെ കറി വയ്ക്കാൻ വെച്ചേക്കണ മീൻ തിളയ്ക്കും. തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കഴുകി നന്നാക്കി വെച്ചേക്കണ മീനെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ, വേഗം വേവുന്നൊരു മീനാണ്. അപ്പോൾ നമ്മുടെ മീൻകറിയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ദയവേത് കമൻ്റായിട്ട് നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് ഫ്രം സിജോ.